സുഹൃത്തുക്കളെ നമസ്കാരം. ഐറൺ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഒരു വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്ക് ആയിട്ടുള്ള വണ്ടർലയുടെ തൊട്ടടുത്താണ്. ഒരു അടിപൊളി വീടാണ്, നല്ലൊരു എലിവേഷൻ ആണ്. ഈ ഒരു വീടിന്റെ എലിവേഷൻ എന്ന് പറയുന്നത് ഒന്നല്ല, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു എലിവേഷൻ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു എലിവേഷൻ ആണ് ഇത്. കിടിലൻ പ്രോപ്പർട്ടിയാണ്. 4.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഈ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഗേറ്റ് അതാ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ഭാഗത്തും ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം 2 വാഹനം സിമ്പിൾ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചും അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കിത് ഇവിടെ ഒരു XUV വാഹനം കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ 2 വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അതിലും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയോടെ ഉണ്ടല്ലോ കാർ പോർച്ച് തന്നെ നിങ്ങൾ നോക്കി സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മരത്തിന്റെ ഇതിലാണ് ഈ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിലല്ല വെറും 5 കിലോമീറ്റർ ഉള്ളൂ, 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ വണ്ടർലേക്ക് നമുക്ക് 5 കിലോമീറ്റർ. അപ്പൊ അത്രത്തോളം അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മനോഹരമായിട്ടുള്ള എലിവേഷൻ ആണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണണം. അപ്പൊ അതിന് മുമ്പായിട്ടുള്ള നല്ലൊരു കളർ പാറ്റേൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഹാഗണി, ആഞ്ഞിലി മുതലായ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടുപ്പ കല്ലുകൾ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചുറ്റിനും നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇന്റർലോക്ക് കട്ടകളൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ടാണ് നമുക്ക് കിണറിന്റെ സ്ഥാനം വരുന്നത്. വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല, ഇഷ്ടം പോലെ വെള്ളം കിട്ടും. ഇനി നമുക്ക് അറിയാനുള്ളതുണ്ടല്ലോ ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് കാണേണ്ടത് അല്ലെ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ പുറത്തൊക്കെ ഭയങ്കര ചൂടാണെങ്കിലും ഈ ഭാഗത്ത് നല്ലൊരു കാമാൻ കുഴയ്ക്കാനുള്ള ലൊക്കേഷനിൽ ഒരു ചൂടുമില്ല എന്നുള്ളതാണ്. ചുറ്റിനും മരങ്ങളും അതുപോലെ തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. റോഡ് സൗകര്യത്തിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. കാക്കനാട് എല്ലാ ഭാഗത്തേക്കും പോകാനും ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. മെയിൻ ആയിട്ട് വരുന്നത് ഇവിടുത്തെ ഡോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഇത് മെയിൻ ആയിട്ടുള്ള ഡോറ് തേക്കിലാണ്. അത് നല്ല ഗ്ലോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ പാനല് ഇത് ഒറിജിനൽ മരം തന്നെയാണ്, ഫുൾ തടി തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസ് അടിപൊളിയായിട്ട് നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സീലിംഗ് വർക്ക് ഒക്കെ നോക്കി എന്താ ഭംഗി അല്ലെ. ഇവിടെ 4 പാളികളുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് DBയുടെ സ്ഥാനം വരുന്നത്. അത്യാവശ്യം ഇവിടെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗം നോക്കി അതിന്റെ തൊട്ടു പുറകെ തന്നെ നമുക്ക് സ്റ്റെയർ കേസ് ആണ് വരുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നല്ല നാച്ചുറൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ മേളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നല്ല നോക്കി എന്താ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബിൽ നല്ല മനോഹരമായി തന്നെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് വേണ്ട, ഇത് ഒരു ടെറാക്കോട്ട ഒരു ജാലിയാണ്. അവിടെ നിന്ന് നല്ല നാച്ചുറൽ കാറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നോക്കേ, ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസിനോട് തൊട്ട് ഈ ഭാഗത്ത് തന്നെ വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ജാഗ്വറിന്റെ ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ 4 പാളികളുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ നോക്കി, സീലിംഗ് വർക്ക് ഒക്കെ അടിപൊളിയായിട്ട് നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 4 ഭാഗത്തും വാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ബേസിൻ കൗണ്ടർ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. താഴെ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. ബെഡ്റൂം കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിച്ചൺ കാണാം. കിച്ചൺ ഒരു L ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കി ഈ ഭാഗത്തേക്ക് വന്നേ, ബാക്ക് വശത്തും നമുക്ക് അത്യാവശ്യം സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെക്കൻഡ് കിച്ചൺ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കിണറിന്റെ സ്ഥാനം, വെള്ളത്തിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. നല്ല ശുദ്ധമായിട്ടുള്ള ഏരിയ ആണ്, നല്ല ശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വാ. ഇവിടെ ആയിട്ട് ബെഡ്റൂം, ആദ്യത്തെ ബെഡ്റൂം ഒരു 10x10 സൈസോളം വരുന്ന ബെഡ്റൂം. അതിൽ വാൾറോബ് കൊടുത്തിട്ടുണ്ട്.
മനോഹരമായിട്ടുള്ള വാൾഡ്രോബാണ് ട്ടോ. അതുപോലെ ഇവിടെ ആയിട്ട് ഈ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കണ്ടാ മാക്സിമം ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. സെറാ ബ്രാൻഡിന്റെ ആണ് ഇതിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. അതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിൽ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചെറിയൊരു ബാത്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിന് പറ്റിയൊരു ബാത്റൂം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. രണ്ടാമത്തെ ബെഡ്റൂം 10x10 സൈസോളം വരുന്ന ബെഡ്റൂം. അതിൽ തന്നെ വാൾഡ്രോബ് മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ സിസ്റ്റർക്ക് എന്തെങ്കിലും വെക്കാനും സൗകര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൺസീൽഡോട് കൂടിയിട്ടുള്ള ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സെറാഡാണ് ഇതും. അത്യാവശ്യം ആ ഒരു ബെഡ്റൂമിന്റെ ആ സൈസിലുള്ള ബാത്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇത്ര നമ്മൾ കണ്ടല്ലോ. ഇനി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കിടക്കാം. ഇതൊരു പ്രത്യേക വെറൈറ്റി രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. ഇത് മരത്തിന്റെ ആണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മേളില് നിങ്ങൾ കണ്ടതാണ് ഡബിൾ ഹൈറ്റ്. മേളില് നല്ല നാച്ചുറൽ വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കൂടെ നമുക്ക് ജാലി വഴി നമുക്ക് നല്ല കാറ്റും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് 2 വലിയ വിൻഡോ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കയറി വരുമ്പോ തന്നെ ഇവിടെ വന്നേ അതാ ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസ്. ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ആണ്. വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ. ബേവിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേവിൻഡോടെ അവിടെ തന്നെ നമുക്ക് ഒരു വലിയൊരു ഫ്രെയിം ഗ്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ടഫ്ലൻഡ് ഗ്ലാസ് ആണ്. അപ്പൊ അവിടുന്ന് തന്നെ നല്ലൊരു എലിവേഷൻ, ഈ ഒരു വീടിന്റെ എലിവേഷനെ തന്നെ മാറ്റിമറിക്കും വിധം നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ഭാഗം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇവിടെ ആയിട്ട് വാർഡ്രോബ് വേറെ പ്രത്യേകമായിട്ട് കാണാനൊന്നുമില്ല. ആ ഒരു ഇത് ഇച്ചിരി വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. ഇത് നമുക്ക് അറിയേണ്ടത് ഒന്ന് യൂട്ടിലിറ്റി, ഒന്ന് ബാൽക്കണി. യൂട്ടിലിറ്റി എന്ന ഫസ്റ്റ് കാണാം അല്ലെ. ഇത് യൂട്ടിലിറ്റി സ്പേസ് ഇട്ടാ. ഇവിടുന്ന് മേളിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡോർ മേളിൽ തന്നെ ചെയ്തിട്ടുള്ളത്, സീലിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ബാൽക്കണിയിലേക്ക് എടുക്കാം. ഇതാണ് ബാൽക്കണി കേട്ടാ. ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ട ചെറിയ പറകോളകൾ പോലെ സ്ക്വയർ ട്യൂബും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇവിടെ ആയിട്ടും അത്യാവശ്യം സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഒരു വീടിന്റെ പ്രൈസ് ആണ് അറിയേണ്ടത് അല്ലെ. ഈ ഒരു വീടിന്റെ പ്രൈസ് വരുന്നത് 4.5 സെന്റ് സ്ഥലം, അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് യൂട്ടിലിറ്റി സ്പേസ്, ബാൽക്കണി, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എത്രയെന്നറിയാവോ? എത്രയാണ്? 96 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനിയും നമുക്ക് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം.